വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കിടിലൻ ഇഫ്താർ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഷേക്കാണ് കേട്ടോ. നമ്മളെല്ലാവരും പാലുകൊണ്ടാണ് ഷേക്ക് അടിക്കുക, പക്ഷേ ഇതൊരു വെറൈറ്റി ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു അരമുറി ആപ്പിളാണ് ചേർക്കുന്നത്. ഒരാപ്പിളിൻ്റെ പകുതി, ഒരു ചെറുപഴം അരിഞ്ഞത്, പിന്നെ ഒരു 5-6 ഈത്തപ്പഴം ഒരു അരമണിക്കൂർ മുമ്പ് സോക്ക് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 2 പഴുത്ത മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതാണ് നമുക്കിതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, തേങ്ങാപ്പാലാണ്. നമ്മൾ ഒരു തേങ്ങ പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ തേങ്ങാപ്പാൽ, അതുകൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് പഞ്ചസാര, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളൊരു ബൗളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബുകൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച ആപ്പിളിൻ്റെ പകുതി ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു തിക്ക് ഷേക്കാണ്. അപ്പോൾ നമുക്കിത് ഐസ് ക്യൂബൊക്കെ ഇട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അതൊന്ന് കുറച്ചൊന്ന് ലൂസായി വരും. അപ്പോൾ നല്ല കറക്റ്റ് പാകമാവും കേട്ടോ. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ജ്യൂസിൽ ഇങ്ങനെ ഇടയിൽ ഈ ആപ്പിൾ ഇങ്ങനെ കടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇത് അതുപോലെ പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല കിടിലൻ ഷേക്കാണ്. ഇഫ്താറിനൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റിലുള്ളൊരു ഷേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് നമ്മുടെ ചാനലിൽ വരുന്ന പുതിയ വീഡിയോസിൻ്റെ എല്ലാത്തിനും നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.